ഇന്നൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വെയിറ്റൊക്കെ കുറക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് സൈഡായിട്ട് ഭക്ഷണത്തിൻ്റെ കൂടെ ബാക്കി വയറൊക്കെ നിറയാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം കേട്ടോ. രാത്രിയൊക്കെ ഇത് കഴിച്ചിട്ട് കിടന്നാലും മതി, വെയിറ്റൊക്കെ നന്നായിട്ട് കുറയും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് പൊതുവേ സാലഡൊക്കെ കഴിക്കാൻ ചിലർക്ക് ഒരു മടുപ്പായിരിക്കും, പക്ഷേ ഈ ഒരു സാലഡ് അങ്ങനെ മടുപ്പില്ലാത്തൊരു സാലഡാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ക്യാരറ്റ് കുക്കുംബറും കൂടെ നല്ല തിന്നായിട്ട് നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സ്വീറ്റ് കോൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. സ്വീറ്റ് കോൺ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ഇവിടെ സ്വീറ്റ് കോൺ ഉണ്ടായതുകൊണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ലെറ്റ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് പ്രോട്ടീന് പകരം നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീനും കൂടി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് പ്രോട്ടീനായിട്ട് ഒന്നുകിൽ മുട്ട പുഴുങ്ങിയത് കഷ്ണങ്ങളാക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളക്കടല ഉണ്ടല്ലോ, ചന, അത് വേവിച്ചിട്ട് വെറുതെ ഉപ്പിട്ടിട്ട് ഉപ്പും വെള്ളമിട്ട് വേവിച്ചിട്ട് അത് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ ഞാൻ വേറൊരു ബൗളിലേക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം പുളിയില്ലാത്ത കട്ട തൈര്. അപ്പോൾ ഇത് നമ്മൾ എത്രത്തോളാണോ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു അളവിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നിർബന്ധമല്ല, നിങ്ങൾക്ക് ഒരു ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 2 നുള്ള് ഗാർലിക് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ക്രീം പരുവത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കൂ. അടിപൊളി ടേസ്റ്റിലുള്ളൊരു സാലഡാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സാലഡൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്